ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഐപ്ലസിന്റെ അടുത്തൊരു MCQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ രണ്ടാമത്തെ ഒരു MCQ സെഷനാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളും 6th മൊഡ്യൂളുമാണ്. അതായത് സോഷ്യൽ കേസ് വർക്കും നമ്മുടെ സോഷ്യൽ റിസർച്ചിന്റെയും കുറച്ച് പാർട്സുകളാണ്, കുറച്ച് ഏരിയാസ് ആണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ പോലെ തന്നെ ഓക്കെ, അപ്പൊ സനൂജി ഉണ്ട്, വേറെ ജോയിൻ ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഇന്ററാക്റ്റീവ് സെഷൻസ് എന്ന രീതിയിലായിരിക്കും പോകുന്നത്. ഒരു 10 സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ ആൻസർ ഒരു ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസിൽ ഉണ്ടായിരിക്കും. അപ്പൊ 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഒന്ന് ആൻസർ പറയാനായിട്ട് നോക്കുക. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോവിങ് ആണ്. അതായത് റിസർച്ചിന്റെ കുറച്ച് റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്കിലാണ് തന്നിട്ടുള്ളത്. ഇത് മാച്ച് ദ ഫോളോവിങ് ചെയ്യാനായിട്ടാണ്. 4 ഓപ്ഷൻ ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കുക. സനൂജ് മാത്രമേ ഉള്ളൂ, അപ്പോ ട്രൈ ചെയ്യാവുന്നതാണ്. FGD ഉണ്ട്, എക്സ്പെരിമെന്റേഷൻ ഉണ്ട്, കോണ്ടന്റ് അനാലൈസിസ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്. ഫോളോയിങ് അശ്വതി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് തന്നെ മാച്ച് ദ ഫോളോവിങ് ആണ്. അപ്പോ ഒന്ന് ട്രൈ ചെയ്യുക. ശരി, നമുക്ക് ടൈം കുറവാണ്. 10 സെക്കൻഡ് 20 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസറിലോട്ട് പോവാം. അപ്പോ എന്താണ് ആൻസർ? അപ്പൊ FGD നമുക്ക് 4 ക്വസ്റ്റ്യനും അതിനോടൊപ്പം തന്നെ 4 ആൻസറും ആയിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് അതിന്റെ ആൻസർ എന്ന് നോക്കാം. അപ്പൊ ആൻസർ ഇങ്ങനെയാണ്. അപ്പൊ ഫസ്റ്റ് എക്സ്പ്ലനേഷൻ വരുമ്പോഴത്തേക്കും നമ്മളുടെ FGD ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മള് കേസ് വർക്കിൽ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിക്സഡ് മെത്തഡോളജി സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് FGD അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുക. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിലെ ഒരു മോഡറേറ്റർ ഉണ്ടാവും. ആ മോഡറേറ്ററിന്റെ കയ്യിൽ ഒരു ഗൈഡ് ഉണ്ടാവും, ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും. ആ മോഡറേറ്റ്സ് ഗൈഡ്, ആ ഒരു ഗൈഡ് വെച്ചിട്ടും ആ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ടും ആയിരിക്കും FGD മുമ്പോട്ടേക്ക് പോകുന്നത്. സോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം FGDയുടെ നേരെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന മോഡറേറ്റേഴ്സ് ഗൈഡ് ആണ്. നെക്സ്റ്റ് എക്സ്പെരിമെന്റേഷൻ ആണ്. എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയിൽ കണ്ടക്ട് ചെയ്യുന്ന ഇതാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുക. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ റിസർച്ച് മെത്തഡോളജി പഠിച്ചപ്പോഴും റിസർച്ച് ക്ലാസ്സിലും പഠിച്ചപ്പോഴത്തേക്കും എക്സ്പെരിമെന്റൽ റിസർച്ചിന് മാത്രമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് മാനിപ്പുലേഷൻ ഓഫ് ദി വേരിയബിൾസ് എന്ന് പറയുക. അവിടെ നമുക്ക് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. സോ അപ്പൊ എക്സ്പെരിമെന്റൽ റിസർച്ച് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റൽ പ്രൊസീജിയറിൽ ഇപ്പൊ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് A, കൺട്രോൾ ഗ്രൂപ്പ് B ആ ഒരു രീതിയിലൊക്കെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ നടത്തുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് എക്സ്പെരിമെന്റേഷൻ, ഒരു പരീക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് പല രീതിയിൽ വേരിയബിൾസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. എക്സ്പെരിമെന്റേഷന്റെ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് മാനിപ്പുലേഷൻ ഓഫ് ദ വേരിയബിൾസ് എന്ന് പറയുക. അപ്പൊ എക്സ്പെരിമെന്റുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആൻസർ അതായിരുന്നു. നെക്സ്റ്റ് കണ്ടന്റ് അനാലൈസിസ് ആണ്. അപ്പൊ കോണ്ടന്റ് അനാലൈസിസ് എന്ന് പറയുന്നത് ഇതും നമ്മൾ കാണുന്നത് ഒരു കോഡിംഗ് ഫ്രെയിം ആൻഡ് തിമാറ്റിക് കാറ്റഗറൈസേഷൻ ആണ്. അത് കൂടുതലായിട്ട് നമ്മൾ ക്വാളിറ്റേറ്റീവ് മേഖലയിലാണ് ആ ഒരു മെത്തേഡ് കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു തെമാറ്റിക് ബേസ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ തീമാറ്റിക് ബേസിലാണ് നമ്മളൊരു കേസ് സ്റ്റഡി, ഒരു കേസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. തിമാറ്റിക് അനാലൈസിസ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ അനാലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ടന്റിന് നമുക്ക് കോഡ് ചെയ്യാനും ഫ്രെയിം ചെയ്യാനും അതിനെ ആ തീമിന്റെ അനുസരിച്ചൊക്കെ തന്നെ ക്ലാസിഫൈ ചെയ്യാനൊക്കെയാണ് നമ്മൾ കണ്ടന്റ് അനാലൈസിസ് ഉപയോഗിക്കുക. അവിടെയാണ് നമ്മൾ കോഡിംഗ് ഫ്രെയിം അതോടൊപ്പം തന്നെ തെമാറ്റിക് കാറ്റഗറൈസേഷൻസ് ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷനിൽ കൂടുതലും റൈറ്റിംഗ് സ്കെയിൽ അല്ലെങ്കിൽ ഫീൽഡ് നോട്ട് അറിയാലോ. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവിലും ക്വാളിറ്റേറ്റീവിലും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലിക്വിഡ് സ്കെയിൽ തന്നെ എടുക്കാം. ഇപ്പൊ നമ്മളൊരു റെസ്പോണ്ടന്റുമായിട്ട് നമ്മൾ
ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ നമ്മളുടെ ഒരു ഒബ്സർവേഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റേറ്റിംഗ് സ്കെയിൽ നമുക്ക് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ ഫീൽഡിനോട്ട്, ഇപ്പൊ നമ്മളൊരു ഫീൽഡിലോട്ട് പോകുമ്പോൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് പ്രകാരം നമ്മൾ അവിടുന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു. അപ്പൊ അതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആയിരുന്നു അതിന്റെ ഒരു റീസൺ എന്ന് പറയുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ആൻസർ എന്ന് പറയുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നത് കോർ പ്രൊഫഷണൽ സ്കിൽ ദാറ്റ് ഡിഫറൻഷിയേറ്റ് സോഷ്യൽ കേസ് വർക്ക് ഫ്രം ചാരിറ്റി. അതായത് ചാരിറ്റിയിൽ നിന്നും സോഷ്യൽ കേസ് വർക്കിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ സ്കിൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ചെയ്യാവുന്നതാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, സനൂജ് ബി പറഞ്ഞു. പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവര് എല്ലാവരും ഓക്കെ. സൗദാബി ഓക്കെ, ബി പറഞ്ഞു. രണ്ടുപേരും ബി പറഞ്ഞു. ഇനി ആരെങ്കിലും മീറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എത്ര പേരുള്ള നമ്മള്. ഇതൊന്നും ഒരാൾ ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. രണ്ടുപേരും കൂടി ഉണ്ട്. ഓക്കെ, ട്രൈ ടു ആൻസർ. ശരി, എന്താണ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ആൻസർ പറയുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരുന്നു നമ്മൾ കണ്ടത്. അതായത് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മളുടെ സോഷ്യൽ വർക്കിന്റെ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് മെത്തേഡ്സിന്റെ ഒക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 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 എന്താണ് സവിശേഷതയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുക. പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ എന്താണ് സൈക്കോളജിക്കൽ തിയറിയിൽ പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും റീസൺ എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസിനെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനോ അതിനെ അവോയ്ഡ് ചെയ്യാനോ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ആ ഒരു കോൺട്രാസ്റ്റിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കോൺട്രാസ്റ്റിൽ നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ മറ്റ് ചാരിറ്റി എന്നതിനേക്കാൾ മാറ്റി നിർത്തി, അല്ലെങ്കിൽ വോളണ്ടറി സോഷ്യൽ വർക്ക് എന്നതിനെ മാറ്റി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വോളണ്ടറി സോഷ്യൽ വർക്കിനെ പ്രൊഫഷണൽ സോഷ്യൽ വർക്കായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നമ്മുടെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലായിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ദ ഡ്യുവൽ ഫോക്കസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ്. അതായത് ഒരു സോഷ്യൽ കേസ് വർക്കിന്റെ ഒരു ഡ്യുവൽ, ഒരു ടു ഫാക്ടർ എന്നോ അല്ലെങ്കിൽ ഒരു ടു ഫേസിനെ ഫോക്കസ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏറ്റവും ഏതാണെന്നാണ് നോക്കുന്നത്. 4 ഓപ്ഷൻ പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് നമ്മളുടെ സോഷ്യൽ വർക്ക് എന്റെ ഒരു ഡ്യുവൽ ഫോക്കസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും റിപ്ലൈ ആവുന്നതാണ്. ബി പറഞ്ഞു, സൗത്ത് ബി പറഞ്ഞു. ഓക്കെ, സനൂജ മോഡിഫിക്കേഷൻ ഓഫ് ബോത്ത് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് ആണ് പറയുന്നത്. ശരി, നമുക്ക് ആൻസർ എന്താ നോക്കാം. ആൻസർ പറയുമ്പോഴത്തേക്ക് റൈറ്റ് ആണ്, ബി തന്നെയാണ്. നമ്മുടെ സോഷ്യൽ വർക്കിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ ഫോക്കസ് എന്ന് പറയുന്നത് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ദെയർ സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. അത് തന്നെയാണ് നമ്മളെ സോഷ്യൽ സിസ്റ്റം തിയറി, എക്കോളജിക്കൽ തിയറി ഒക്കെ തന്നെ പറയുന്നത്. നമ്മളൊരു സോഷ്യൽ കേസ് വർക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ എൻവയോൺമെന്റ് കൂടിയിട്ടായിരിക്കും. എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രിൻസിപ്പിളും കൂടിയിട്ടാണ്. അപ്പൊ ആ ഒരു എൻവയോൺമെന്റും അവന്റെ ഒരു ഇൻഡിവിജ്വൽ ലെവൽ ആ ഒരു പ്രോബ്ലത്തിനെയും കൂടെ ഒക്കെ തന്നെ സോൾവ് ചെയ്താൽ മാത്രമേ ക്ലയന്റിന്റെ ഒരു ബിഹേവിയർ ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, കോപ്പിംഗ് മെക്കാനിസം ആയിക്കോട്ടെ, ഇതിനെയൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫംഗ്ഷനിങ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എൻഷുർ ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സോഷ്യൽ എൻവയോൺമെന്റും ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലത്തിനെയും ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതായിരുന്നു എന്റെ ആൻസർ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹു ഐഡന്റിഫൈ ദ 4 ബേസിക് കോമ്പണൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. ഇത് പല രീതിയിൽ പല തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇതിന്റെ ഇത് വെച്ചിട്ട് തന്നെ, അതായത് ആ പേഴ്സൺ ആരാണ്, പ്രോബ്ലം ആരാണ്, പ്ലേസ് എന്താണ്, പ്രോസസ് എന്താണ്, അതിനേക്ക് വെച്ച് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ചോദിക്കുന്നതാണ്. ഇവർ 4 പേരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ നിങ്ങൾ നോക്കുക. സി പറയുന്നു H.H. സ്പേൾമാൻ പറയുന്നു, മേരി റിച്ച്മൻ, ഫ്ലോറൻസ് ഓളിസ്, H.H. സ്പേൾമാൻ, ജെസി ടാഫ്. സോ അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പോയി. എല്ലാവരും ഏറെക്കുറെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്.
എച്ച്.എസ്. പെർൽമാൻ തന്നെയാണ്. അതായത് 1957 അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ദ സോഷ്യൽ കേസ് വർക്ക് എ പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് എന്ന ബുക്കിലാണ് സോഷ്യൽ കേസ് വർക്കിന്റെ ഒരു 4 കോമ്പണൻസിനെ കുറിച്ച് പറയുന്നു. പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ക്ലയന്റ് ആണ്. അപ്പൊ എല്ലാത്തിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ നോക്കി വെക്കുക. ഡെഫിനിഷൻസും പലപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് പലപ്പോഴും എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പേഴ്സൺ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നീഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തിയെ നമ്മൾ ക്ലയന്റ് എന്ന് വിളിക്കുന്നു. ആ ക്ലയന്റ് ആണ് ഒന്നാമത്തെ കോമ്പണന്റ്. പ്രോബ്ലം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിനെ ഡിസ്ട്രസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, കോസസ് ആയിക്കോട്ടെ, ഡിഫിക്കൽട്ടീസ് ആയിക്കോട്ടെ, വാട്ട് എവർ, അതിനാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണോ നമ്മളുടെ ഈ കേസ് വർക്ക് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഏജൻസി ആയിക്കോട്ടെ, വേർ ഇസ് ദ സെറ്റിംഗ്സ്, ആ ഒരു സെറ്റിംഗ്സിനാണ് നമ്മൾ പ്ലേസ് എന്ന് പറയുക. പ്രോസസ് എന്ന് പറയുന്നത് ഈ ഒരു സയന്റിഫിക് പ്രൊസീജിയറിനെയാണ്. ഒരു നമ്മളുടെ അറിയാലോ, നമുക്കൊരു ഇൻടേക്ക് തൊട്ട് ഫോളോ അപ്പ് വരെയുള്ള ഒരു 7 സെഷൻസ് അല്ലെങ്കിൽ ഒരു 7 സ്റ്റേജസ് ഉണ്ട്. ആ 7 സ്റ്റേജസിലോട്ട് പോകുന്നു. അപ്പൊ ഇത്രയുമാണ് ഹെലൻ ഹാരിസ് പേൾമാൻ പറയുന്ന ആ ഒരു 4 പ്രോസസ് അല്ലെങ്കിൽ ഒരു 4 കോമ്പണൻസ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് എന്താന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നോക്കുന്നത് ഫിലോസഫി ഓഫ് കേസ് വർക്ക് റിജക്ട് ദ നോഷൻ ദാറ്റ്. അതായത് നമ്മളുടെ ഒരു കേസ് വർക്കിന്റെ ഒരു ഫിലോസഫി റിജക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ട് അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് റിജക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുക നിങ്ങൾ. ഓക്കെ, സൗദാബി എ പറയുന്നു. സോറി എല്ലാ മിസ്റ്റേക്ക്. സനൂജ് ബി പറഞ്ഞു, ലിനു ബി പറഞ്ഞു, ബാക്കി ബി പറഞ്ഞു. ഓക്കെ, ശരി, നമുക്ക് ആൻസർ നോക്കാം. ആൻസറിലോട്ട് വരുമ്പോഴത്തേക്കും റൈറ്റ്. അതായത് നമ്മൾ പറയുന്നത് പോലെ തന്നെ ബി ആയിരുന്നു എന്റെ ആൻസർ. കാര്യം ഓൾ ഇൻഡിവിജ്വൽസ് ആർ യൂണീക്ക്. അതായത് നമുക്കറിയാലേ എല്ലാ ഇൻഡിവിജ്വൽസും യൂണീക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെയും പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് കൊണ്ട് മാത്രം സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ കേസ് വർക്കിന് ഡിഫറൻസ് കൈൻഡ്സ് ഓഫ് അപ്രോച്ചസുകൾ നമ്മൾ നോക്കാറുണ്ടല്ലോ. എക്ലറ്റിക് അപ്രോച്ച് ഉണ്ട്, ക്ലയന്റ് സെന്റേർഡ്, അങ്ങനെ പല രീതിയിലുള്ള അപ്രോച്ചുകൾ നമ്മൾ അതിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും യുണീക്നെസ് മനസ്സിലാക്കി നമ്മളുടെ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾ ആണ് ഈ ഇൻഡിവിജ്വൽസിന്റെ ഒരു യുണീക്നെസ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇൻഡിവിജ്വാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻഡിവിജ്വാലിറ്റി പ്രകാരം നമുക്ക് ഒരേ മെത്തേഡ് എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതായിരുന്നു അതിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഫേസ് ഓഫ് കേസ് വർക്ക് ഡസ് ദ ക്ലയന്റ് ബിഗിൻ ടു ടേക്ക് ആക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഫോർ ചേഞ്ച്. അതായത് സോഷ്യൽ കേസ് വർക്ക് എന്നൊരു പ്രൊസീജിയർ നടക്കുമ്പോൾ അതിന്റെ ഏത് സ്റ്റേജിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഏത് ഫേസിൽ എത്തുമ്പോൾ ആണ് ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, അതായത് മാറ്റത്തിന് വേണ്ടിയിട്ട്, ചേഞ്ചിന് വേണ്ടിയിട്ട് ക്ലയന്റിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ട്രീറ്റ്മെന്റ് സ്റ്റേജ് പറയുന്നു. ഓക്കെ, ധനോജ് ട്രീറ്റ്മെന്റ് പറഞ്ഞു, ലിനു ട്രീറ്റ്മെന്റ് പറഞ്ഞു, രണ്ടുപേരും ഉണ്ടല്ലോ. ഓക്കെ, രണ്ടുപേരും ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ള ആൻസർ നോക്കാം. യാ, അതാണ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഫേസ് ആണ് നമ്മൾ ഒരു പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു ഫേസിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ അനാലൈസ് ചെയ്തു, എന്താ പറയുക, പല ഇൻടേക്ക് കഴിഞ്ഞിട്ടും അവിടെ ഡയഗ്നോസിസ് കഴിഞ്ഞു. ഡയഗ്നോസിൽ നിന്ന് പിന്നീട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സോഷ്യൽ വർക്കിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് മെഡിസിൻ കൊടുക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ കേസ് വർക്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്നും. അത് എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ ആവാം, അത് പല രീതിയിലുള്ള അപ്രോച്ചസ് ആവും. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റിലാണ് നമ്മൾ ആ ഒരു വ്യക്തിയുടെ പ്രോബ്ലത്തിനുള്ള എക്സാക്ട് പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്താനായിട്ട് നോക്കുന്നത്. ആ ഒരു പ്രോബ്ലത്തിൽ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ക്ലയന്റ് എന്ത് ചെയ്യും, ക്ലയന്റിനെ കൊണ്ട് തന്നെ അവന്റെ പ്രോബ്ലം മനസ്സിലാക്കി ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലോട്ട് പോകുന്നു. അപ്പൊ ഡിസിഷൻ മേക്കിംഗ്, പുതിയ ബിഹേവിയർ, മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയറിനെ മാറ്റിയിട്ട് അഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കൊണ്ടുവരിക. അങ്ങനെ ഒരു മാറ്റം നമ്മൾ എയിം ചെയ്യുന്ന ഒരു ചേഞ്ചിലോട്ട് നമ്മുടെ റെസ്പോണ്ടന്റ് എത്തുന്ന ഒരു പീരീഡ് ആണ് അല്ലെങ്കിൽ ഒരു ടൈം ആണ് ട്രീറ്റ്മെന്റ് ഫേസ് എന്ന് പറയുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതില് നമ്മളുടെ ഒരു സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിന്റെ ഒരു കറക്റ്റ് സ്റ്റേജ് ഏതാണ് അല്ലെങ്കിൽ ഒരു ഫേസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ.
ഒരാൾ ബി പറഞ്ഞു. ശരി, ആൻസർ അറിയാവല്ലോ, കറക്റ്റ് ആണ്. ബി തന്നെയാണ്. അതായത് അറിയാലോ നമുക്ക് ഇൻടേക്ക് സ്റ്റഡി, അതിനുശേഷം ഇൻടേക്ക് എന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതിനുശേഷം എന്താ പറയുക, സ്റ്റഡി വരുന്നു, അതിനുശേഷം ഡയഗ്നോസിസ് വരുന്നു, ട്രീറ്റ്മെന്റ് വരുന്നു, ഇവാലുവേഷൻ വരുന്നു, ടെർമിനേഷൻ വരുന്നു, പിന്നെ ഒരു എക്സ്ട്രാ ഒരു സ്റ്റേജ് വരുന്നത് ഫോളോ അപ്പ് ആണ്. ഇത്രയുമാണ് ഇതിന്റെ ഒരു സ്റ്റേജ്, ഒരു 7 സ്റ്റേജ് എന്ന് പറയുക. അപ്പോ ആ ഒരു ഓരോ സ്റ്റേജിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോട്ട് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഓപ്ഷൻ അതായിരുന്നു. അടുത്ത് ഇനി നമുക്ക് പറയാനുള്ള ഒരു തിയററ്റിക്കൽ മോഡലാണ്. അതായത് ഈ ഒരു തിയറിയിൽ ചോദിക്കുന്നത് ജനറേറ്റീവ് സ്റ്റാഗ്നേഷൻ ഒക്യൂർ ഡ്യൂറിങ് വിച്ച് പീരീഡ് ഓഫ് ലൈഫ്. ഇത് എറിക്സന്റെ ഒരു തിയററ്റിക്കൽ എന്താ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേജുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആ സ്റ്റേജിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. ജനറേറ്റിവിറ്റി വാസ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഏത് ഒരു ലൈഫ് പീരീഡിൽ എപ്പോഴാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മളൊരു ഇതിന്റെ ഒരു എക്സ്ട്രാ നിങ്ങൾ ആൻസർ ചെയ്യുക, അതിന്റെ ഒരു എക്സ്ട്രാ ഒരു ആഡ് ഓൺ എന്ന രീതിയിൽ എറിക്സൺ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ സൈക്കോഅനലിറ്റിക്കൽ തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. സൈക്കോളജിക്കൽ തിയറി ആരുടെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെയാണ്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെയാണ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു 5 സ്റ്റേജ് മാത്രമാണ് അതിൽ പറയുന്നത്. പക്ഷെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സത്യത്തിൽ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് അല്ല അദ്ദേഹം പറയുന്നതും, സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ആണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് എറിക്സൺ പിന്നീട് ഒരു 8 സ്റ്റേജ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുക. അപ്പൊ അവർ നോക്കി വെക്കുക ജനറേറ്റീവ് സ്റ്റാഗ്നേഷൻ ഏത് പീരീഡിലാവുന്നത്. അപ്പൊ ഓരോ പീരീഡിലും മറ്റേ ട്രസ്റ്റ് വാസ് മിസ്ട്രസ്റ്റ് അങ്ങനെ അങ്ങനെ ഓരോ പീരീഡ് തൊട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ലിനു മാത്രമാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. സനൂജ ബി പറഞ്ഞു. ശരി, നമുക്ക് ആൻസറിലോട്ട് നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ജനറേറ്റീവ് സ്റ്റാഗ്നേഷൻ വരുന്നത് മിഡിൽ അഡൽട്ട്ഹുഡിലാണ്. അതായത് ഒരു 40 to 65 ആ ഒരു ടൈമിലാണ് ജനറേറ്റീവ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അത് ഓരോ ടൈമും അതെ ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ മനുഷ്യന്റെ ആസ്പിറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ 40-65 ഒരു മിഡിൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതായത് കരിയർ അച്ചീവ്മെന്റ്, കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരിക, ഫാമിലി ബിൽഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു കാര്യം. അപ്പൊ ഇതെങ്ങനെയാണ് ഒരു അച്ചീവ്മെന്റിലോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റിവിറ്റി, സ്റ്റാഗ്നേഷൻ, ഇങ്ങനെ 2 കാര്യമുണ്ടല്ലോ. അപ്പൊ ജനറേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മിഡിൽ അഡൾട്ട്ഹുഡിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ 40-65 ശേഷം നെക്സ്റ്റ് ഒരു സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഈ ഒരു മിഡിൽ അഡൾട്ട്ഹുഡിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഫുൾഫിൽ ചെയ്തു, ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ ഏറെക്കുറെ ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, എല്ലാം തന്നെ നല്ലൊരു അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ജനറേറ്റിവിറ്റി എന്നൊരു സ്റ്റേജ് ആണ് ഉണ്ടാകുക. ഇൻ കേസ് നമ്മൾ ഇതിനൊക്കെ തന്നെ ഫെയിലിയർ ആയി, അതായത് നല്ല രീതിയിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിച്ചില്ല, അപ്പൊ ഒരു സെൽഫ് അബ്സോർപ്ഷനോ അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് ഫെയിലിയറോ അങ്ങനെയൊക്കെ ചിന്ത വരുന്നതിനാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ എന്ന് പറയും. അത് മെയിൻ ആയിട്ട് കാണുന്ന ഒരു സ്റ്റേജ് ആണ് 40 to 65 എന്ന് പറയും. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആ ഒരു 8 സ്റ്റേജ് ഓർത്ത് വെക്കുക. ട്രസ്റ്റ് വാസ് മിസ്ട്രസ്റ്റ് തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെയുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അത്രയും സ്റ്റേജ് നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനകത്ത് ചിലപ്പോൾ എക്സാം വരാനായിട്ടുള്ള സാധ്യത നല്ല രീതിയിലുണ്ട്. എറിക്സന്റെ സ്റ്റേജ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തതും എറിക്സന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് അദ്ദേഹം ചോദിക്കുന്നത് ഈ എറിക്സൺ തിയറി വെർച്വൽ ഡെവലപ്മെന്റ് ഫ്രം സക്സസ്ഫുള്ളി റിസോൾവിംഗ് ദ സ്റ്റേജ് ഓഫ് ഇന്റിമസി വാസ് ഐസൊലേഷൻ. അതായത് ഇന്റിമസി വാസ് ഐസൊലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്പാനിൽ വരുന്ന ഒരു പീരീഡ് ആണ്. ആ ഒരു പീരീഡിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന വേർച്ച് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്റിമസി വാസ് ഐസൊലേഷൻ. ഓക്കെ, ലവ് പറയുന്നു സനൂജ. ലവ് പറയുന്നു സാവിത്രി. ലിനൂസ് സി ലവ് തന്നെ പറയുന്നു. എനിക്ക് എന്താ നോക്കാം ആൻസർ. റൈറ്റ്, യങ് അഡൾട്ട്ഹുഡ് ആണ്. 18 തൊട്ട് 40 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളി ഈ ഒരു സ്റ്റേജ് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലവ് എന്നൊരു ആ ഒരു രീതിയാണ് വരുന്നത്.
ഇവിടെ നമുക്ക് ഇന്റിമസി വാസ് ഐസൊലേഷൻ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ 18 തൊട്ട് 40 വയസ്സുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് സംഭവിക്കുക, യങ് അഡൾട്ട്ഹുഡിലാണ് ആസ് ആൻ ഇൻഡിവിജ്വൽ അവൻ സ്വന്തമായിട്ട് ഒരു ഫാമിലി, അവന്റെ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കുന്നു, ഫാമിലി ലൈഫിലോട്ടൊക്കെ പോകുന്നു. ആ ഒരു കാലഘട്ടമാണ്, അതായത് സെക്ഷൽ നീഡൊക്കെ തന്നെ മീറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ സക്സസ്ഫുള്ളി ആയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ചാലഞ്ചസുകളെയൊക്കെ തന്നെ നമ്മൾ ഓവർകം ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇന്റിമസിയാണ്. ഇന്റിമസിയുടെ വേറെ വേർച്ചയായിട്ട് അദ്ദേഹം പറയുന്നത് ലവ് ആണ്. ഇൻ കേസ് ഈ ഒരു വ്യക്തി അവന്റെ ഒരു ക്ലോസ്നെസ്സിലോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലോ റിലേഷൻഷിപ്പിലോ ഏതെങ്കിലും ഒക്കെ തരത്തിൽ ബ്രേക്കപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെ ഉണ്ടായാൽ അതെന്ത് സംഭവിക്കും, അത് ഐസൊലേഷനിലോട്ട് പോകുന്നതാണ് പറയുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിയറിയാണ് ഇവിടെ കൂടുതലായിട്ട് പറയേണ്ടതില്ല. ഇതെല്ലാം തന്നെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളുടെ സൈക്കോ അനലിറ്റിക്കൽ തിയറിയിൽ പറഞ്ഞു വരുന്ന ഒരു ചില കാലഘട്ടങ്ങളൊക്കെ അനുസരിച്ചായിട്ടാണ്. അതായത് നമ്മുടെ നാലാമത്തെ ഒരു സ്റ്റേജിൽ ഫാലിക് സ്റ്റേജിൽ ഫാലിക് സ്റ്റേജിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യാനോ റിസോൾവ് ചെയ്യാനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അക്കോർഡിംഗ് ടു എറിക് എറിക്സന്റെ തിയറി പ്രകാരം ഈ ഒരു യങ് അഡൾട്ട്ഹുഡിൽ എത്തുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പിലൊക്കെ തന്നെ ഒരുപാട് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് തിയറിയും പരസ്പരം കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പോ ഇതാണ് അപ്പോ ആ ഒരു തിയറിയുടെ ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, കൺസർവേഷൻ ദ അണ്ടർസ്റ്റാൻഡിംഗ് ദ ക്വാണ്ടിറ്റി റിമെയിൻ ദ സെയിം ഡെസ്പൈറ്റ് ചേഞ്ച് ഇൻ ഷേപ്പ് ഡെവലപ്പ് ഡ്യൂറിംഗ് വിച്ച് സ്റ്റേജ്. ഇത് നമ്മുടെ ലോറൻസ് കൊഹൾബർഗിന്റെ ഒരു തിയറിയാണ്, മോറൽ ഡെവലപ്മെന്റ് തിയറി എന്ന് പറയും. ഈ ഒരു മോറൽ ഡെവലപ്മെന്റ് തിയറിയിലും കുറച്ച് കൈൻഡ്സ് ഓഫ് സ്റ്റേജസ് അദ്ദേഹം പറയുന്നത്. അത് കൺസർവേഷൻ എന്നാണ്. അത് കൺസർവേഷൻ എന്ന് പറയുന്നത് ദ അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ക്വാണ്ടിറ്റി റിമെയിൻസ് ദ സെയിം ഡിസ്പൈറ്റ് ചേഞ്ച് ഇൻ ഷേപ്പ്. ഈ ഒരു ഈ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്നാണ് ചോദിക്കുന്നത്. പ്രീ ഓപ്പറേഷണൽ കോൺക്രീറ്റ് ഫോർമൽ സെൻസർ മോട്ടർ. പ്രീ ഓപ്പറേഷനിൽ പറയുന്നു ലിനു. മോറൽ ഡെവലപ്മെന്റ് ലോറൻസ് കൊഹൽബർഗിന്റെ ആണ്. ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് പോവാം. ഇതിനകത്ത് സോറി വൺ സെക്കൻഡ്. കൺസർവേഷൻ വൺ സെക്കൻഡ്. ഓക്കെ, സോറി. ഇത് മോറൽ ഡെവലപ്മെന്റ് തിയറി അല്ല. മോറൽ ഡെവലപ്മെന്റിലെ സെയിം ഓപ്ഷൻ തന്നെയാണ്. ഇത് ജീൻ പീഗ്നറ്റിന്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയാണ്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, കൺസർവേഷൻ ഉണ്ട്. ഇത് സെയിം സ്റ്റേജ് തന്നെ മോറൽ സ്റ്റേജ്. ഒരു സ്റ്റേജ് നമ്മുടെ ലോറൻസ് കൊഹൽബർഗിന്റെ ഒരു 3 സ്റ്റേജസ് ഉണ്ട് മോറൽ. ഇത് ജീൻ പീഗ്നറ്റിന്റെ തിയറി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. അതിൽ അദ്ദേഹം ചോദിക്കുന്നത് കൺസർവേഷൻ എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണ് വന്നിട്ടുള്ളത് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് പറയുന്ന ആൻസർ ആണ്, അതായത് 7 to 5, അതായത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഈ സ്റ്റേജ് വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്ത് പറയാം. ക്വസ്റ്റ്യൻ ഇട്ടപ്പോഴത്തേക്ക് എന്റെ മിസ്റ്റേക്ക് വന്നാണോ എന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. സോ ഐ വിൽ ക്ലാരിഫൈ. ജീൻ പീഗ്നറ്റിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഉണ്ട്, പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഐ വിൽ ക്ലാരിഫൈ. ഇതും ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഒബ്ജക്ട് പെർമനൻസ് ഈസ് എ കീ കോൺസെപ്റ്റ് ഇൻ പിയാജസ് തിയറി. ഇത് ജീൻ പീഗ്നറ്റിന്റെ തിയറി തന്നെയാണ്. ഇതിനകത്ത് അദ്ദേഹം ചോദിക്കുന്നത് ഒബ്ജക്ട് പെർമനൻസിനെ കുറിച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒബ്ജക്ട് പെർമനൻസ് ജീൻ പീഗ്നറ്റിന്റെ തിയറിയിൽ ഏത് പാർട്ടിലാണ്, ഏത് കോൺസെപ്റ്റിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ,
എ സി. ഒബ്ജക്ട് പെർമനൻസ് എന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത് ജീൻ ബീഗ്നെറ്റിന്റെ കോൺസെപ്റ്റ് ആണ്. അദ്ദേഹം സെൻസർ മോട്ടർ സ്റ്റേജിലാണ് 0 to 2 വരെയുള്ള ടൈമിൽ സെൻസർ മോട്ടർ സ്റ്റേജിലാണ് ഈ ഒരു ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് പറയുന്നത് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജക്ട് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ ദേ ആർ നോട്ട് വിസിബിൾ. അതായത് ആ ഒരു ടൈമിൽ ഒബ്ജക്ട്സ് ഒന്നും തന്നെ അവർക്ക് വിസിബിൾ ആവുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലും ആ ഒരു അവരുടെ ഒരു കൈൻഡ്സ് ഓഫ് ടൈംസ് അത് മനസ്സിലാക്കാനുള്ള ഒബ്ജക്ട് പെർമനൻസ് എന്ന ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ എന്താ ചെയ്യുക, അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇൻഫൻസ് 0 to 2 years വരെയുള്ള ഇൻഫൻസും ഗ്രാജുവലി അവരുടേതായിട്ടുള്ള രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആക്ഷൻസിലൂടെയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രീതിയിലൂടെയൊക്കെ തന്നെ കൊഗ്നിറ്റീവ് അവയർനെസ്സും മെമ്മറിയും ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു കാലഘട്ടം എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ 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 ഇതായിരുന്നു കുറച്ച് കൺഫ്യൂസ്ഡ് ആയത്. ഓക്കെ, ഇവിടെയാണ് കൊഹൽബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കേണ്ടത് വിച്ച് ലെവൽ ഓഫ് കൊഹൽബർഗിന്റെ ഒരു മോറൽ ഡെവലപ്മെന്റിലാണ് കൺവെൻഷണൽ, പ്രീ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ, യൂണിവേഴ്സൽ എന്ന രീതി പറയും. ഇതിനകത്ത് അദ്ദേഹം ചോദിക്കുന്നത് വെച്ചാൽ പണിഷ്മെന്റിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ ഡെവലപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിനെ മോൾഡ് ചെയ്യുകയോ ചെയ്യുന്നതും ഏത് സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. ഈ ഒരു തിയറി പറയുന്നത് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൺവെൻഷണൽ, പ്രീ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ, പിന്നെ യൂണിവേഴ്സൽ എന്ന് പറയും. ഓരോ കാലഘട്ടത്തിലും ആ ഒരു വ്യക്തി എന്താ പറയുക, പണിഷ്മെന്റ് അല്ലെങ്കിൽ എന്താ സൊസൈറ്റിയുടെ റൂൾസ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആവാനായിട്ട് കുറച്ച് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ഒരു സ്റ്റേജിലോട്ട് വരുമ്പോൾ ഈ പണിഷ്മെന്റ് എന്നൊക്കെ പറയുന്നത്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു സ്കൂളിൽ പോകുമ്പോൾ ഹോംവർക്ക് ചെയ്യാതെ ചെല്ലുന്നത് ടീച്ചറിന്റെ പണിഷ്മെന്റ് പേടിച്ചിട്ടാണ്. ടീച്ചർ അടിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക പണിഷ്മെന്റിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഹോംവർക്ക് ചെയ്യുന്നു. അപ്പൊ അതേപോലുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ്, ആ ഒരു രീതിയിലുള്ള ബിഹേവിയർ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്നാണ് ക്വസ്റ്റ്യൻ. കൺവെൻഷനൽ ആണോ, പ്രീ കൺവെൻഷനൽ ആണോ, പോസ്റ്റ് ആണോ, യൂണിവേഴ്സൽ ആണോ? ബി വന്നു. ബി വന്നു. രണ്ടുപേര് ബി, 3 പേര് ബി പറഞ്ഞു. ശരി, നോക്കാം. അത് പ്രീ കൺവെൻഷനൽ തന്നെയാണ്. പ്രീ കൺവെൻഷനൽ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ലോറൻസ് കൊഹൽബർഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിലാണ്. ഇവിടെയാണ് ഒബീഡിയൻസ്, പണിഷ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇപ്പൊ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് അടി കിട്ടും അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് പണിഷ്മെന്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് കുട്ടികൾ ഒബീഡിയന്റ് ആയിട്ട് വരുന്നു. കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് പ്രവർത്തിക്കാതെ മൊറാലിറ്റി ഒക്കെ തന്നെ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരും. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പണിഷ്മെന്റിനെ പേടിച്ചിട്ട് ഒബീഡിയന്റ് ആവുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ഒരു കുട്ടിയിൽ ഡെവലപ്പ് ആകുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഡെവലപ്പ് ആകുന്ന ഒരു സ്റ്റേജ് ആണ് പ്രീ കൺവെൻഷണൽ ലെവൽ അല്ലെങ്കിൽ പ്രീ കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്ത ഒരു സ്റ്റേജ് പറയുന്നത് കൊഹൽബർഗ് ഫൈനൽ സ്റ്റേജ് ഓഫ് മോറൽ റീസണിങ് ഈസ് ബേസ്ഡ് ഓൺ. അതായത് ഫൈനൽ സ്റ്റേജ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു 4 സ്റ്റേജ് ഉണ്ട്. അതിൽ 4ാമത്തെ സ്റ്റേജ് ഓഫ് മോറൽ റീസണിങ് ഈ പറയുന്നതിൽ ഏത് കോൺസെപ്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഏത് ഫാക്ടറുമായിട്ട് ബേസ് ചെയ്തിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ പറയുന്നു, സി പറയുന്നു. സൗദാബ് സി പറയുന്നു. ഓക്കെ, ബാക്കി ലിനു എന്താ പറയണേ? ഓക്കെ, നമ്മൾ ലാസ്റ്റ് കണ്ട ഒരു രീതിയാണ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. ഇതിൽ ലെവൽ സ്റ്റേജ്, അതിനകത്ത് നമുക്ക് സ്റ്റേജ് 6 എന്ന് കാണാം. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു 3 സ്റ്റേജസ് ആണ്, സോറി 3 ലെവലാണുള്ളത്. ഈ ഓരോ 3 ലെവലിലും, അതായത് ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഇത് 3 ലെവലിലും ഓരോ ലെവലിലും 2 സ്റ്റേജ് വീതമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് സ്റ്റേജ് 6 എന്ന് പറയുന്നത്. ആ ലാസ്റ്റ് സ്റ്റേജ് 6ലോട്ട് എത്തുമ്പോഴത്തേക്കും എല്ലാ വ്യക്തികളും എന്ത് ചെയ്യുന്നു, അവര് ഇന്റേണലൈസ്ഡ് ആകുന്നു. വാല്യൂസ് എല്ലാം തന്നെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു, അവരെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു മോറൽ റീസണിങ്ങിൽ അവർ എത്തിയിട്ട് ഒരു യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസിലോട്ടും അവർ കടന്നു വരുന്നു. ആ ഒരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതായത് എല്ലാം തികയുന്നു അല്ലെങ്കിൽ
ടോട്ടലി അവരെന്താവുന്നു, ഡെവലപ്ഡ് ആകുന്നു, കൺവെൻഷണൽ ആകുന്നു എന്നൊരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. സോ അപ്പൊ ലാസ്റ്റ് സ്റ്റേജ് ഇസ് ബേസ്ഡ് ഓൺ, അല്ലെങ്കിൽ ഏറ്റവും അതിന്റെ അവസാനത്തെ സ്റ്റേജ് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ്. സോ അപ്പൊ അതാണ് അതിന്റെ ഒരു ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ പ്രോബ്ലം സോൾവിംഗ് മോഡൽ എംഫസൈസ് വിച്ച് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്കർ ആൻഡ് ക്ലയന്റ്. അതായത് നമ്മൾ കേസ് വർക്കിൽ ഡിഫറൻസ് കൈൻഡ്സ് ഓഫ് മോഡൽസ് ഉണ്ടല്ലോ, അതിനകത്ത് പ്രോബ്ലം സോൾവിംഗ് മോഡൽ എന്ന് പറയുന്ന മോഡല് നമ്മുടെ കേസ് വർക്കറും ക്ലയന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാകണം അല്ലെങ്കിൽ എന്താണ് എന്ന് എംഫസൈസ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അതോറിറ്റേറ്റീവ് ആണോ, കൊളാബറേറ്റീവ് ആണോ, ഡിറ്റാച്ച്ഡ് ആണോ, ഡിറക്റ്റീവ് ആണോ? ഡി പറയുന്നു, ഡയറക്റ്റീവ് പറയുന്നു, സനൂജ ബി പറഞ്ഞു, സൗദ ബി പറഞ്ഞു. ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് നോക്കാം. ആൻസർ എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് റിലേഷൻഷിപ്പ്. കാര്യം പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടിട്ടുള്ളത് ഹെലൻ സാരൽ സ്പെർമാൻ കൂടിയിട്ടൊക്കെ തന്നെയാണ്. അപ്പോ ഇതിനകത്ത് പറയുന്നത്, അതോടൊപ്പം തന്നെ ഫ്ലോറൻസ് ഹോളിസും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതായത് ക്ലയന്റും കേസ് വർക്കറും തമ്മിലുള്ള ഒരു പരസ്പരം അങ്ങോട്ടുള്ള മ്യൂച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അവിടെ എന്താ സംഭവിക്കുന്നുണ്ട്, ഇവർ പരസ്പരം കൊളാബറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ലയന്റിന്റെ പ്രോബ്ലം എന്താന്ന് ക്ലയന്റിനെ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു, ഗോൾ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിലാകുമ്പോൾ കേസ് വർക്കർ അവിടെ പല റോളുണ്ട്, ഫെസിലിറ്റേറ്റർ, ഗൈഡ്, അങ്ങനെ പല രീതിയിലുള്ള റോൾസുകൾ വഹിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ പ്രോബ്ലം സോൾവിംഗ് മോഡൽ എന്ന് ഹെലൻ ഹാരിസ് പെർമാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് റിലേഷൻഷിപ്പിനെയാണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. സോറി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വാട്ട് ഇസ് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദി പ്രോബ്ലം സോൾവിംഗ് മോഡൽ? നമ്മളിപ്പോ കണ്ടിട്ടുള്ളതാണ്, നമ്മളിപ്പോ മനസ്സിലാക്കിയത് തന്നെയാണ്. പ്രോബ്ലം സോൾവിംഗ് മോഡലിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്, ഗോൾ എന്താണെന്നാണ്. സി പറഞ്ഞു, ഓക്കെ. ലിനു, റൈറ്റ്, കറക്റ്റ് ആണ്. നമ്മൾ കണ്ടതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഫംഗ്ഷനിങ്ങിന്, ആ ഒരു ക്ലയന്റിനെ റീസ്റ്റോർ ചെയ്യുക, അവന്റെ ഒരു ക്ലയന്റിന്റെ ഒരു സോഷ്യൽ ഫംഗ്ഷനിങ്ങിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആ കപ്പാസിറ്റിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ആ ഒരു മോഡലിന്റെ പ്രധാനപ്പെട്ട ലെയിം എന്ന് പറയുക, അല്ലെങ്കിൽ എയിം എന്ന് പറയും. അടുത്തൊരു ക്വസ്റ്റ്യൻ എക്കോളജിക്കൽ സിസ്റ്റം മോഡൽ ആണ്. ഇതും നമ്മൾ കണ്ടിട്ടുള്ള സോഷ്യൽ കേസ് വർക്കിന്റെ ഒരു മോഡൽ തന്നെയാണ്. ഹു ഡെവലപ്പ് ദ എക്കോളജിക്കൽ സിസ്റ്റം മോഡൽ? അതായത് സോഷ്യൽ കേസ് വർക്കിലായിക്കോട്ടെ, സോഷ്യൽ വർക്കിലായിക്കോട്ടെ, എക്കോളജിക്കൽ സിസ്റ്റം മോഡൽ എന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? യൂറി ബ്രോൺഫെർമർ ഉണ്ട്, ഹെലൻ പേൾമാൻ ഉണ്ട്, ഗോർഡൻ ഹാമിൽട്ടൺ ഉണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ് ഉണ്ട്. ഇതും പല തവണ പല രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നെറ്റ് എക്സാമിനൊക്കെ തന്നെ ചോദിച്ച എക്കോളജിക്കൽ സിസ്റ്റം മോഡൽ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയിട്ടാണ്. സാവിത്രി ഉണ്ടോ? ഓക്കെ, സി പറഞ്ഞു. ഓക്കെ, കറക്റ്റ് ആണ്. യൂറി ബ്രോൺഫെൻബ്രണ്ണർ ആണ് ആ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് മൈക്രോ സിസ്റ്റം, മെസോ സിസ്റ്റം, എക്സോ സിസ്റ്റം, മാക്രോ സിസ്റ്റം, ക്രോണോ സിസ്റ്റം എന്നിങ്ങനെ പലതരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എൻവയോൺമെന്റൽ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റവും ഇൻഡിവിജ്വൽസും തമ്മിലുള്ള ഇന്ററാക്ഷൻസിന്റെ ഫലമാണ് എല്ലാ വ്യക്തികളുടെയും ഹ്യൂമൻ ബിഹേവിയറും അതുവഴി അവർക്കുണ്ടാവുന്ന പ്രോബ്ലം എന്നൊക്കെ തന്നെയാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. സോ പേഴ്സൺ ആൻഡ് എൻവയോൺമെന്റ് എന്നൊരു കോൺസെപ്റ്റിനെ കൂടുതലും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മോഡലും കൂടിയിട്ടാണ് എക്കോളജിക്കൽ സിസ്റ്റം മോഡൽ എന്ന് പറയുന്നത്. സോ അപ്പൊ അതാണ് യൂറി ബ്രോൺഫെൻബ്രണ്ണർ ആണ് അതിന്റെ ഡെവലപ്പർ എന്ന് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് റെക്കോർഡിംഗ് ടൈപ്പ് ഫോക്കസ് ഓൺ ദ അനാലൈസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്ലയന്റ് പ്രോബ്ലം? നമുക്ക് കേസ് വർക്കിൽ പലതരത്തിലുള്ള റെക്കോർഡിംഗ് ഉണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതില് ഏത് തരത്തിൽ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് റെക്കോർഡിംഗ് ആണ് ക്ലയന്റിന്റെ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള റെക്കോർഡിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ. നെറേറ്റീവ് ആണോ, ഡയഗ്നോസ്റ്റിക് ആണോ, പ്രോസസ് ആണോ, സമ്മറി ആണോ? പ്രോസസ് റെക്കോർഡിംഗ് പറയുന്നു, ഡയഗ്നോസ്റ്റിക് റെക്കോർഡിംഗ് പറയുന്നു.
നാരേറ്റീവ് റെക്കോർഡിംഗ് പറയുന്നു. ഓക്കെ, 3 ആൻസർ വന്നിട്ടുണ്ട്. ഇതിൽ ഏതാന്ന് നമുക്ക് നോക്കാം. ഡയഗ്നോസ്റ്റിക് റെക്കോർഡിംഗ് ആണ്. ഡയഗ്നോസ്റ്റിക് റെക്കോർഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയാണ് അനാലൈസ് ഇന്റർപ്രിട്ടേഷൻ നോക്കുന്നത്. ഒരു ക്ലയന്റിന്റെ പ്രോബ്ലത്തിനെ ഒബ്സർവ് ചെയ്ത് ഫാക്ട് മനസ്സിലാക്കി ക്ലയന്റിന്റെ ഹിസ്റ്ററി, അതായത് പല ഫാമിലി ഹിസ്റ്ററി ആവാം, ലൈക്ക് ദാറ്റ്, ഏത് ഹിസ്റ്ററി ആയിട്ട് തന്നെ ആയിട്ട് എടുത്ത് ക്ലയന്റിനെ കുറിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ, ഒരു ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് ഡയഗ്നോസ്റ്റിക് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു അനാലൈസ് ഇന്റർപ്രിട്ടേഷൻ എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള റെക്കോർഡിങ്ങിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെക്കോർഡിംഗ് ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് സോഷ്യൽ കേസ്? അതായത് നമ്മൾ കാണാറുണ്ടല്ലോ, കേൾക്കാറുണ്ട് സോഷ്യൽ കേസ് സർക്കിൾ റെക്കോർഡിംഗ്. അപ്പൊ റെക്കോർഡിംഗ് എന്നൊരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് എംഫസൈസ് ചെയ്തത് താഴെ പറയുന്നതിൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. മേരി റിച്ച്മണ്ട് ഉണ്ട്, ഫ്ലോറൻസ് ഹോളിസ് ഉണ്ട്, ഗോർഡൻ ഹാമിൽട്ടൺ ഉണ്ട്, ഗ്രേസ് മാത്യു ഉണ്ട്. വളരെ വളരെ കുഴപ്പമില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്തോളൂ. ആരായിരിക്കും? മേരി റിച്ച്മണ്ട് ആണോ, ഫ്ലോറൻസ് ഹോളിസ് ആണോ, ഹാമിൽട്ടൺ ആണോ, ഗ്രേസ് മാത്യു ആണോ? ഇവരൊക്കെ തന്നെ ഇവരുടേതായിട്ടുള്ള ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്. റിപ്ലൈ ഇല്ല. റിച്ച്മണ്ട് പറയുന്നു, ഹോളിസ്, ഫ്ലോറൻസ് ഹോളിസ് പറയുന്നു, റിച്ച്മണ്ട് പറയുന്നു. ഓക്കെ, ആൻസർ നോക്കാം. ആൻസർ മേരി റിച്ച്മണ്ട് ആണ്. കാര്യം നമുക്ക് കേസ് വർക്കും അതോടൊപ്പം തന്നെ സോഷ്യൽ വർക്കും, സോഷ്യൽ വർക്കിൽ കേസ് വർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആവാനായിട്ടുള്ള ഏറ്റവും വലിയൊരു വ്യക്തി മേരി റിച്ച്മണ്ട് ആണ്. അപ്പൊ അവര് മേരി റിച്ച്മണ്ടിനെ നമുക്കറിയാലോ, സോഷ്യൽ വർക്കിന്റെ തന്നെ മദർ ഓഫ് എന്നൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. സോ അപ്പൊ മേരി റിച്ച്മണ്ടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും റെക്കോർഡിംഗ് എന്നത് സോഷ്യൽ കേസ് വർക്കിന്റെ ഒരു വൈറ്റൽ ടൂൾ ആണ്, അല്ലെങ്കിൽ ഒരു ഇന്റഗ്രൽ പാർട്ട് ആണ് എന്ന രീതിയിൽ മാറ്റിയും റെക്കോർഡിങ്ങിനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയിട്ടാണ് നമ്മുടെ മേരി റിച്ച്മണ്ട് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ റെക്കോർഡിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസസിനെ അനാലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഇന്റർവെൻഷൻസ് ഒക്കെ തന്നെ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറും കൂടിയിട്ടാണ്. സോ അപ്പൊ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മേരി റിച്ച്മണ്ട് എംഫസൈസ് ചെയ്തതാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കേസ് വർക്ക് ടെക്നിക് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ കറക്ഷണൽ സെറ്റിംഗ്സ്? അതായത് ഒരു കറക്ഷണൽ സെറ്റിംഗ്സിലോട്ട് എത്തുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. മോട്ടിവേഷണൽ ഇന്റർവ്യൂ പറയുന്നു, സൈക്കോ അനാലിസിസ് പറയുന്നു, സാവിത്രി യു ക്യാൻ വോട്ട്. ഓക്കെ, ഹോം വിസിറ്റ് പറയുന്നു. എന്താണ് ഇനി ആൻസർ നോക്കാം. സൗദാബി ഉണ്ടോ, പറയുന്നുണ്ടോ? 3 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, സൈക്കോ അനാലൈസിസ് പറയുന്നു. ഏതാണ് ആൻസർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്ഷണൽ സെറ്റിംഗ്സിലുള്ള ഇതിലോട്ട് എത്തുമ്പോഴത്തേക്കും മോട്ടിവേഷണൽ ഇന്റർവ്യൂവിംഗ് ആണ് നമുക്ക് കറക്ഷണൽ സെറ്റിംഗ്സിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളതും നമ്മൾ കേസ് വർക്കിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസ് ആണ്, അല്ലെങ്കിൽ ടെക്നിക്ക് തന്നെയാണ്. ഒരു ക്ലയന്റ് സെന്റേഡ് അപ്രോച്ചിലോട്ട് നമ്മൾ നോക്കുമ്പോൾ കറക്ഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ എത്തുന്നത് ഏതെങ്കിലും ക്രൈം ചെയ്തിട്ട് വരുന്നവരാവാം, അല്ലെങ്കിൽ ഒരു ക്രൈമിന്റെ എന്താ പറയുക പ്രൊബേഷനിലുള്ള വ്യക്തികളാവാം, അല്ലെങ്കിൽ ക്രൈമിന് ശേഷം അവർ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാവും. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ വരുമ്പോഴത്തേക്കും അവരെയൊക്കെ തന്നെ മോട്ടിവേഷണൽ ഇന്റർവ്യൂയിങ്ങിലൂടെയൊക്കെ തന്നെ ആ ഒരു രീതിയിലോട്ട് മാറ്റുക. ഇനി ഇതിനകത്ത് നമ്മളൊരു വാക്ക് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, റെസിഡ്യൂസം. റെസിഡ്യൂസം എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടേം ആണ്. അതായത് ഒരേ ക്രൈം തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ക്രൈം റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെയാണ് നമ്മൾ റെസിഡ്യൂസ് ഗ്രൂപ്പ് എന്നൊക്കെ തന്നെ പറയാറുള്ളത്. അപ്പം ഈ റീഹാബിലിറ്റേറ്റ് ആയിട്ട് വന്നിട്ടുള്ളവർ, ഇതേപോലുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് അങ്ങനെയൊക്കെയുള്ള വന്നിട്ടുള്ള വ്യക്തികളെയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കറക്ഷണൽ സെറ്റിംഗ്സിൽ നമ്മൾ മോട്ടിവേഷണൽ ഇന്റർവ്യൂയിങ് ആയിരിക്കും കൂടുതലായിട്ട് ചെയ്യുക. അതൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കേസ് വർക്ക് ടെക്നിക്കും കൂടിയിട്ടാണ്. സോ അപ്പൊ അതാണ് അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദിക്കുന്നത് നമുക്ക് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പൊ ഒരു കേസ് വർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഇത്രയും നേരം നോക്കിയിരുന്നത്. ഇനി നമ്മൾ റിസർച്ചിന്റെ പാർട്ടിലോട്ട് നോക്കിയാണ്. സോ അപ്പൊ റിസർച്ച് പാർട്ടിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിനകത്ത് ചോദിക്കുന്ന ഹൈപ്പോത്തീസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഹയർ സോഷ്യൽ സപ്പോർട്ട് ലീവർ ടു ലോവർ സ്ട്രെസ് അമോങ് കെയർ ഗീവേഴ്സ്. ഇത് ഏത് തരത്തിലുള്ള ഹൈപ്പോത്തീസിസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പൊ പലതരത്തിലുള്ള ഹൈപ്പോത്തീസിസ് ഉണ്ട്. നമ്മൾ ഹൈപ്പോത്തീസിന്റെ സെഷൻ എടുത്തപ്പോഴത്തേക്ക് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ സഹിതം. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഈ തന്നേക്കുന്ന ഇതൊരു ഹൈപ്പോത്തീസിസ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് താഴെ പറയുന്നതിൽ ഏത് തരത്തിലുള്ള ഹൈപ്പോത്തീസിസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. നള്ളുണ്ട്, ഡിറക്ഷണൽ ഉണ്ട്, നോൺ ഡിറക്ഷണൽ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നു. സനൂജ് ബി പറഞ്ഞു, ഡിറക്ഷണൽ ഹൈപ്പോത്തീസിസ് പറഞ്ഞു. ലിനുവും ഡിറക്ഷണൽ ഹൈപ്പോത്തീസിസ് പറയുന്നു. സൗത്രി എന്താ പറയണേ, അറിയുന്നുണ്ടോ? ഓക്കെ, ഡയറക്ഷണൽ ഹൈപ്പോത്തീസിസ് പറഞ്ഞു. ആൻസർ എന്താന്ന് നോക്കാം. ആൻസർ ഡയറക്ഷണൽ ഹൈപ്പോത്തീസിസ് തന്നെയാണ്. ഡയറക്ഷണൽ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള, അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിക്കോട്ടെ, ഡിപെൻഡന്റ് വേരിയബിൾ ആയിക്കോട്ടെ, അങ്ങനെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് പറയുന്ന തരത്തിലുള്ള ഹൈപ്പോത്തീസിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എക്സ് ഇൻക്രീസസ് വൈ ഇൻക്രീസസ്, എക്സ് ഇൻക്രീസസ് വൈ ഡിക്രീസസ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ പറയുന്ന തരത്തിലുള്ള ഹൈപ്പോത്തീസിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ തന്നിട്ടുള്ളതും ഡയറക്റ്റ് ഹൈപ്പോത്തീസിസ് ആണ്. ഇതിനകത്ത് ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് ആണ് ഇൻഡയറക്റ്റ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഹൈപ്പോത്തീസിസ് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഒരു ഡയറക്ഷൻ പറയുന്നുണ്ട്, അതായത് എക്സ് ഇൻക്രീസസ് വൈ ഇൻക്രീസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡയറക്ഷൻ നോൺ ഡയറക്ഷനോട് എത്തുമ്പോഴത്തേക്കും അങ്ങനെ ഒരു റിസൾട്ട് പറയില്ല, ഏതെങ്കിലും കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടെന്ന് മാത്രമായിരിക്കും പറയുക. അടുത്തത് നൾ ഹൈപ്പോത്തീസിസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് ദർ ഇസ് നോ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്പ്. ഇല്ല എന്ന് പറയുന്ന, നൾ എന്ന വാക്കിൽ തന്നെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഹൈപ്പോത്തീസിനെയാണ് നമ്മൾ നള്ള് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്കൽ, നമ്മൾ നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വരുന്ന തരത്തിലുള്ള ഹൈപ്പോത്തീസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് കണക്കാക്കുന്നത്. അടുത്തത് പലതവണ പല എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇതാണ്, റിജക്ടിങ് ദ നൾ ഹൈപ്പോത്തീസിസ് വെൻ ആക്ച്വലി ട്രൂ ഈസ് കോൾഡ്. നമ്മളൊരു ഹൈപ്പോത്തീസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തീസിസ് ആക്ച്വലി അത് ശരിയായിരുന്നു, പക്ഷെ നമ്മളുടെ എന്താ പറയുക, ബിക്കോസ് ഓഫ് മേ ബി റിസർച്ചറിന്റെ അബദ്ധവശാൽ ആ ശരിയായ ഹൈപ്പോത്തീസിസിനെ തെറ്റാണ് എന്ന രീതിയിൽ റിജക്ട് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള എറർ ആണെന്നാണ് ചോദിക്കുന്നത്. ടൈപ്പ് 1 എറർ ഉണ്ട്, ടൈപ്പ് 2 എറർ ഉണ്ട്, സാമ്പിളിംഗ് എറർ ഉണ്ട്, റെസ്പോൺസ് എറർ ഉണ്ട്. നിങ്ങൾ പല മേഖലയിൽ പല പാട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും ആൻസർ തന്നിട്ട് ചോദിക്കാറുണ്ട് ടൈപ്പ് 1 എറർ എന്താ, ടൈപ്പ് 2 എറർ എന്താ, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻസറിലോട്ട് നോക്കാം, ആൻസറിലോട്ട് പോവാം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ടൈപ്പ് 1 എറർ ആണ്. ടൈപ്പ് 1 എറർ എന്ന് പറയുമ്പോഴത്തേക്കും റിസർച്ചർ ഇൻകറക്ട്ലി റിജക്റ്റഡ് ട്രൂ നൾ ഹൈപ്പോത്തീസിസ്, അതായത് ഒരു ശരിയായിരുന്ന ഒരു നൾ ഹൈപ്പോത്തീസിസിനെ നമ്മൾ ഇൻകറക്ട്ലി റിജക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് പറയും. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. അതായത് തെറ്റായ ഹൈപ്പോത്തീസിസിനെ ശരിയാണ് എന്ന രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. അപ്പം ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും ഓർത്തു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ റിസർച്ചർ ബിഗിൻസ് വിത്ത് എ തിയറി ആൻഡ് ടെസ്റ്റ് ഇറ്റ് ത്രൂ ഡേറ്റ കളക്ഷൻ. ദിസ് അപ്രോച്ച് ഈസ് നോൺ ആസ്. അതായത് താഴെ തന്നിരിക്കുന്നതിൽ അപ്രോച്ച് ഉണ്ട്, അതായത് തിയറിയിൽ നിന്ന് ആരംഭിച്ച് തിയറിയുടെ പിൻബലത്തോട് കൂടിയിട്ട് ഒരു റിസർച്ചർ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? ഇൻഡക്റ്റീവ് റീസണിങ് ആണോ, ഡിഡക്റ്റീവ് റീസണിങ് ആണോ, എക്സ്പ്ലോറേറ്ററി നോർമേറ്റീവ് റീസണിങ്, ഇത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലോറേറ്ററി റീസണിങ് എന്ന് പറയുന്നു. ഓക്കെ, വീണ്ടും എക്സ്പ്ലോറേറ്ററി പറയുന്നു. തനുജ പറയുന്നു, രണ്ടുപേരുണ്ട്. ഓക്കെ, സൗദാബി സി പറഞ്ഞു. തനുജ പറയുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ഓക്കെ, എന്റെ ആൻസർ എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് റീസണിങ് ആണ്. അതായത് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റഡി ആയിക്കോട്ടെ, ഒരു റിസർച്ച് ആയിക്കോട്ടെ,
ഒരു ജനറൽ തിയറിയിലോ അല്ലെങ്കിൽ ഒരു ജനറൽ ഹൈപ്പോത്തീസിസോ വെച്ചിട്ട് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എംപിരിക്കൽ ഒബ്സർവേഷൻ ഡേറ്റ കളക്ഷൻ ഒക്കെ നൽകുന്ന രീതിയിലുള്ള ഒരു ഒരു കണ്ടക്റ്റിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു സൈക്കാട്രിക്കൽ സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറിനെയോ ഏതെങ്കിലും ഒരു തിയറിനെയോ ബേസ് ചെയ്തിട്ട് ആ ഒരു തിയറി പറയുന്ന പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ അത് പ്രകാരം ഡേറ്റ കളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. അത് അപ്പൊ ഒരു തിയറിറ്റിക്കൽ സപ്പോർട്ട് നമുക്കുണ്ടാവും. ഇനി ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ്. ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത് നമ്മളത് ഒരു തിയറി ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റഡീനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. അതായത് ബേസ്ഡ് ഓൺ ദി ഡേറ്റ കളക്ഷൻ, ഡേറ്റ എല്ലാം തന്നെ കളക്ട് ചെയ്ത് അതിനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു തിയറി നമ്മൾ ഫോം ചെയ്യും. അതാണ് ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. അടുത്ത പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു എക്സ്പ്ലറേറ്ററി ആയിരുന്നു. എക്സ്പ്ലറേറ്ററി എന്ന വാക്ക് നമുക്ക് യാതൊരു വിധത്തിലുള്ള പുതിയൊരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, പഠിക്കാനായിട്ട് പോവാണ്. ആ ഒരു യാതൊരു വിധത്തിലുള്ള സ്റ്റഡികളോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഡേറ്റ ഒന്നും തന്നെ അവൈലബിൾ അല്ല. ഒരു വളരെ പുതിയതായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പഠിക്കാനായിട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള സ്റ്റഡിനെ നമ്മൾ എക്സ്പ്ലറേറ്ററി എന്ന് പറയും. എക്സ്പ്ലറേറ്ററി എന്ന് പറയും. എക്സ്പ്ലനേറ്ററി എന്ന് പറയാറുണ്ട്. എക്സ്പ്ലനേറ്ററി എന്ന് പറയുന്നത് കണ്ടിന്യൂവേഷൻ എന്ന് പറയാം. അതായത് ഓൾറെഡി ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു സ്റ്റഡീനെ കുറിച്ച് കുറച്ചും കൂടി നോളജ്, ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് മാത്രം ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ കുറച്ചും കൂടെ ഒക്കെ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡി. സോ ഇതാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പൊ ഡിഡക്റ്റീവ് റീസണിങ്ങും ഇൻഡക്റ്റീവ് റീസണിങ്ങും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഇനി ഇതിനകത്തൊരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തിയറിനെയും റിസർച്ചിനെയും പരസ്പരം ലിങ്ക് ചെയ്യിക്കുന്ന താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്താണ്? റിസർച്ച് എന്താണെന്ന് നമുക്കറിയാം, അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു തിയറിനെയും നമുക്ക് റിസർച്ചിനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യിക്കാൻ പറ്റുന്നത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ്, ഒരു സീക്വൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സി പറയുന്നു ഡേറ്റ ടെസ്റ്റിംഗ് തിയറി ഹൈപ്പോത്തീസിസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ലിനു സനോജ് ഡി പറഞ്ഞു ഹൈപ്പോത്തിസിസ്, കൺഫർമേഷൻ, ഒബ്സർവേഷൻ, തിയറി. ഓക്കെ, ഹേ പറഞ്ഞു ഒബ്സർവേഷൻ, തിയറി, ഹൈപ്പോത്തിസിസ്, ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ എ ബി സി ഡി, അപ്പൊ 4 ഓപ്ഷനും നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ആൻസർ എന്ന് നമുക്ക് നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റിന്റെ ആൻസർ തന്നെയാണ് ഇവിടെ വന്നത്. ഡിഡക്റ്റീവ് അപ്രോച്ചിനെ വേറൊരു രീതിയിലാണ് ഇവിടെ ചോദിച്ചത്. ഡിഡക്റ്റീവ് അപ്രോച്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തിയറിയെയും ഒരു റിസർച്ചിനെയും ഏറ്റവും നല്ല രീതിയിൽ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണ് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു തിയറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ റിസർച്ച് തന്നെ ഞാൻ ഒരുപാട് തിയറികളുടെ സപ്പോർട്ടോടിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലൊന്നാണ് സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുക. അപ്പൊ സോഷ്യൽ സപ്പോർട്ടിന് എനിക്ക് സോഷ്യൽ സപ്പോർട്ട് തിയറി ഉണ്ട്. ആ ഒരു സോഷ്യൽ സപ്പോർട്ട് തിയറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യും. ആ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, എന്റെ ഹൈപ്പോത്തീസിസ് ഫ്രെയിം ചെയ്യും. ആക്ച്വലി നമ്മള് ഒബ്ജക്റ്റീവ്സിന് വലിയ പ്രാധാന്യം വലിയ രീതിയിൽ ഹൈപ്പോത്തീസിസ് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഹൈപ്പോത്തീസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് ഡേറ്റ കളക്ഷൻ ആണ്. അതായത് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത്, അതാണ് ഒബ്സർവേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഒബ്സർവേഷൻ ശേഷം കൺഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ ടെസ്റ്റ് ചെയ്തു, ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഈ തിയറി ശരിയായിരുന്നോ, ഈ തിയറിയിൽ പറയുന്ന കാര്യം തെറ്റായിരുന്നോ എന്നൊരു ഓപ്ഷനിലോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഡിഡക്റ്റീവ് റിസർച്ച് പ്രോസസ് ആണ് വളരെ നേരത്തെ തന്ന കൂട്ടത്തിലും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ, ഡിഡക്റ്റീവ് റിസർച്ച് പ്രോസസ്സിന്റെ സെയിം ആയിട്ടുള്ള വേറൊരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓർത്തു വെക്കുക, നമുക്കൊരു ഓപ്ഷൻ തന്ന ഒരു തിയറിയും റിസർച്ചിനെയും തമ്മിൽ ഏറ്റവും വളരെ ആപ്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അപ്രോച്ച് ആണ് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുക, അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിംഗ് എന്നോ ഡിഡക്റ്റീവ് റിസർച്ച് പ്രോസസ് എന്നൊക്കെ പറയും. ഓർത്തു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തിയറീസ് ദാറ്റ് എക്സ്പ്ലെയിൻ ബിഹേവിയർ ത്രൂ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്.
അതായത് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് വഴി നമുക്ക് ഒരു ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് താഴെ പറയുന്നതിൽ ഏറ്റവും ഏതാണ് ആപ്റ്റ് ആയിട്ടുള്ള എന്താണ്? ഏത് തിയറിയാണ് താഴെ പറയുന്നത് കോസും എഫക്റ്റും റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രിപ്റ്റീവ് തിയറി ആണോ, എക്സ്പ്ലനേറ്ററി തിയറി ആണോ, നോർമേറ്റീവ് ആണോ, സിംബോളിക് ആണോ? നമ്മൾക്കറിയാം കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് നമ്മൾ റിസർച്ചിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എവിടെ? എക്സ്പെരിമെന്റൽ റിസർച്ചിലാവും. സോ അപ്പൊ അത് നോക്കുക. വേരിയബിൾസ് തമ്മിലുള്ള കോസും അതിന്റെ എഫക്റ്റും മനസ്സിലാക്കാനായിട്ടൊക്കെ തന്നെ. അപ്പൊ ഈ പറയുന്നതിൽ ഏത് തിയറിയാണ് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. രണ്ടുപേര് ബി പറഞ്ഞു, എക്സ്പ്ലനേറ്ററി പറഞ്ഞു. ഓക്കെ, രണ്ടുപേരും കൂടി ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് സമയമില്ല. രണ്ടുപേര് പറയുന്നുണ്ടോ? എനി ഐഡിയ? ശരി, നമുക്ക് ആൻസറിലോട്ട് പോകാം. എക്സ്പ്ലനേറ്ററി ആണ്, കറക്റ്റ് ആണ്. എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് പറയുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു രീതിയിൽ നമുക്ക് ഒരു കോസും എഫക്റ്റും റിലേഷൻഷിപ്പും മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതായത് വൈ, ഹൗ, എന്താണ്, എങ്ങനെയാണ്, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സഹായിക്കുന്ന തരത്തിലുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എക്സ്പ്ലനേറ്ററി സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് നോക്കുന്നത് വേരിയബിൾസ് തമ്മിലായിരിക്കും. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപെൻഡന്റ് വേരിയബിളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോസ് എന്താണ്, എഫക്ട് എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള തിയറീസിനാണ് നമ്മൾ എക്സ്പ്ലനേറ്ററി തിയറി എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റാൻഡമൈസേഷൻ ഇൻ സാമ്പിളിംഗ് ഈസ്. അതായത് സാമ്പിളിംഗ് പ്രൊസീജിയറിലും റാൻഡമൈസേഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? കൺവീനിയൻസ് ഇൻക്രീസ് ചെയ്യുകയാണോ, ബയാസ് എലിമിനേറ്റ് ചെയ്യുകയാണോ, സാമ്പിൾ സൈസിനെ റെഡ്യൂസ് ചെയ്യുകയാണോ, ക്വസ്റ്റ്യനറി ഡിസൈൻ ഇംപ്രൂവ് ചെയ്യുകയാണോ? ഓക്കെ, എലിമിനേറ്റ് ബയാസ് ആൻഡ് എൻജോയ് റെപ്രസെന്റേറ്റീവ് എന്ന് ലിനു പറയുന്നു, സാവിത്രി പറയുന്നു, സനൂജ് പറയുന്നു, 3 പേര് പറയുന്നു. ഒരാളുണ്ടല്ലോ, സൗദാബി പോയോ? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. റാൻഡമൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സെലക്ഷൻ ബയാസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത് കൂടുതലും നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിമ്പിൾ റാൻഡം മെത്തേഡ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം മെത്തേഡ് എന്നൊക്കെ തന്നെ ഉപയോഗിക്കുക. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന യൂണിവേഴ്സിൽ, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോപ്പുലേഷനിലുള്ള എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആയിരിക്കും ടു ബിക്കം ആസ് ദി സാമ്പിൾ. അപ്പൊ അവർ സെലക്ടഡ് ആവാനുള്ള ചാൻസും ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളുടെ ഒരു റിസർച്ചിന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റോ റിസർച്ചിന്റെ ഒരു ബയാസോ ഒന്നും തന്നെ അവിടെ വരുന്നില്ല. എല്ലാവരുടെയും ഒരു ഈക്വൽ റെപ്രസെന്റേറ്റീവ്നെസ് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. സോ റാൻഡമൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മള് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിലായിരിക്കും കൂടുതലും റാൻഡമൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ കൂടുതലായിട്ട് ഉപയോഗിക്കുക. സോ അപ്പൊ റാൻഡമൈസേഷൻ ഈസ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് റിസർച്ച്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ അലോക്കേഷൻ ഈസ് അപ്ലൈഡ് ഇൻ വിച്ച് സാമ്പിളിംഗ്? അതായത് പ്രൊപ്പോർഷണൽ അലോക്കേഷൻ നമ്മുടെ സാമ്പിളിംഗില് നമ്മളുടെ റെസ്പോണ്ടൻസിനെ ചൂസ് ചെയ്യുമ്പോൾ പ്രൊപ്പോർഷണൽ അലോക്കേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുക. സനൂജ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് പറയുന്നു. സാവിത്രി ബി പറഞ്ഞു. കോട്ട സാമ്പിളിംഗ് പറയുന്നു. ഓക്കെ, സൗദാബി പറയുന്നുണ്ടോ? പറയുന്നുണ്ടോ? ബി പറഞ്ഞു, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങള് സോറി നിങ്ങൾ പറഞ്ഞതിൽ യഥാർത്ഥ ആൻസർ നിങ്ങൾ ആരും പറഞ്ഞിരുന്നില്ല. സ്ട്രാറ്റയാണ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നും പ്രൊപ്പോർഷനേറ്റ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഒക്കെ തന്നെ നമ്മൾ പറയാറുള്ളത്.
ഇതിലെന്താ സ്ട്രാറ്റജി ആയിട്ട് എങ്ങനെയാണ് എന്താണ് ആദ്യം ഇത് മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രൊപ്പോർഷനേറ്റ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൊപ്പോർഷനേറ്റ് എന്താ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 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 കോളേജിലാണ് നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യാനായിട്ട് വരുന്നത് വിചാരിക്കും. കോളേജിലെ കുട്ടികളുടെ ഇടയിലാണ്, സ്റ്റുഡൻസിന്റെ ഇടയിലാണ് കണ്ടക്ട് ചെയ്യാൻ വരുന്നത് വിചാരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റുഡൻസിന്റെ എക്സാക്ട് നമ്പർ കൗണ്ട് നമുക്കറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവിടെ ഒരു 1000 സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അവിടെ എത്ര ഡിപ്പാർട്ട്മെന്റ് നോക്കി കഴിഞ്ഞാൽ ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറ്റൻഡൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രൊപ്പോർഷനേറ്റ് എന്ന് പറയും. കാര്യം നമുക്ക് അതിനെ നമ്മൾ പറയുന്നത് ഫിനിറ്റ് പോപ്പുലേഷൻ എന്ന് പറയും. അതായത് നമുക്ക് സിമ്പിൾ നമുക്ക് എക്സാക്ട് നമ്പർ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു കോളേജിനെ സംബന്ധിച്ച് സ്റ്റഡി ചെയ്യാൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണ്ട, ഈ 1000 പേരെ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രാറ്റ ആയിട്ട് നമ്മൾ കോളേജിനെ ഡിവൈഡ് ചെയ്യും. അതായത് സ്ട്രാറ്റ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പം എ ബ്ലോക്ക്, ബി ബ്ലോക്ക്, സി ബ്ലോക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ബ്ലോക്കിനെയും നമ്മൾ എന്ത് ചെയ്യും, എ ബി സി ഡി 4 സ്ട്രാറ്റ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ സ്ട്രാറ്റ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ കോമേഴ്സ്, സോഷ്യൽ വർക്ക്, ലൈക്ക് ദാറ്റ് അങ്ങനെ നമ്മൾ സ്ട്രാറ്റ ഡിവൈഡ് ചെയ്തിട്ട് ആ ഈച്ച് സ്ട്രാറ്റയിൽ നിന്ന് അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അപ്പൊ നമ്മൾ സ്ട്രാറ്റ ഡിവൈഡ് ചെയ്യുമ്പോൾ 1000 ഉണ്ടല്ലോ, ആ 1000ത്തിൽ നിന്ന് നമ്മൾ പ്രൊപ്പോർഷൻ ആയിട്ട് നമ്മൾ സാമ്പിളിനെ ചൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ടോട്ടൽ വേണ്ടത് 200 ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 100 പേരെയാണെന്ന് നമുക്ക് വിചാരിക്കും. അപ്പൊ 100 പേരെ ആകുമ്പോഴത്തേക്കും ഈ 4 ഇതിലായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയുക, ഈ 4 ഡിപ്പാർട്ട്മെന്റിലായിട്ട് അല്ലെങ്കിൽ 4 ബ്ലോക്കിലായിട്ട് ടോട്ടൽ 1000 ആണുള്ളത്. 250 250 250 250 അങ്ങനെ 1000 പേരുണ്ടല്ലോ. അവിടെ നമുക്ക് പ്രൊപ്പോർഷൻ ആണെന്ന് പറയാം. ഈച്ച് നമുക്ക് ടോട്ടൽ നമ്പർ അറിയാം. അപ്പൊ അതിൽ നിന്നും നമ്മൾ ഈച്ച് സ്ട്രാറ്റയിൽ നമ്മൾ ഈക്വൽ ആയിട്ട് പ്രൊപ്പോർഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വൽ നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 250 നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോ നമുക്ക് വേണ്ട ടോട്ടൽ 100 ആയതുകൊണ്ട് തന്നെ 25 25 25 25 അങ്ങനെ ഈക്വൽ ആയിട്ട് നമ്മൾ എടുക്കുന്നു, ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ പ്രൊപ്പോർഷനേറ്റ് എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്രൊപ്പോർഷനേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഓപ്പോസിറ്റ്. കാര്യം നമുക്കിപ്പോ ഒരു ജില്ലയിലെ മുഴുവൻ കോളേജിലെ കുട്ടികളെ കുറിച്ച് അറിയാം. സോ അത് നമുക്ക് അറിയാനായിട്ടുള്ള സാധ്യത ഇല്ല. കാര്യം പല മേഖലയിൽ പല കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട്. അപ്പൊ നമുക്ക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. അവിടെ നമുക്ക് ഒരു എക്സാക്ട് ഒരു ആവറേജ് നമ്പറിലോട്ട് എത്തുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സ് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്, കറക്റ്റ് ഈക്വൽ ആയിട്ട് വരില്ല. അപ്പൊ അങ്ങനെ പ്രൊപ്പോർഷനേറ്റും ഡിസ്പ്രൊപ്പോർഷനേറ്റും നമുക്ക് സാധിക്കുന്നത് സ്ട്രാറ്റയിലാണ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിലാണ്. സോ അതുകൊണ്ടാണ് സ്ട്രാറ്റയിലാണ് പറയുക. അതിനകത്ത് നമുക്ക് സബ് ഗ്രൂപ്പ് എന്നൊക്കെ തന്നെ രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഓർത്തു നോക്കാം, ഈ പ്രൊപ്പോർഷനേറ്റും ഡിസ്പ്രൊപ്പോർഷനേറ്റും നമുക്ക് പ്രൊപ്പോർഷണൽ ഡിവൈഡ് റെപ്രസെന്റേഷൻ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മെത്തേഡിലായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ, The principle of statistical regularity implies, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയുടെ ഒരു പ്രിൻസിപ്പിൾ ഇംപ്ലൈ ചെയ്യപ്പെടുന്നതും താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷനിലാണ്? ഇത് ആൻസർ ചെയ്യുക. The sample mean always equal to the population. Mean a larger random sample tend to exhibit characteristic always similar. Okay. രണ്ടുപേര് ബി പറഞ്ഞു. ബാക്കി രണ്ടുപേര് ഓക്കെ. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി സ്റ്റേറ്റ് വെൻ എ ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആർ ടേക്കൺ ഫ്രം റാൻഡംലി ഫ്രം പോപ്പുലേഷൻ ആണ്. അതായത് നമുക്കൊരു ലാർജ് നമ്പർ ഓഫ് റാൻഡംലി ഇപ്പോ നമുക്കൊരു സാമ്പിൾ റെപ്രസെന്റേറ്റീവ്സിനൊക്കെ തന്നെ നമുക്ക് ഉറപ്പുവരുത്തണം. അപ്പൊ ആ ഒരു മേഖലയിലാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അതായത് നമ്മൾ റാൻഡം ആയിട്ടായിരിക്കും ഒരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഒക്കെ തന്നെ റാൻഡംലി ആയിരിക്കും ചൂസ് ചെയ്യുക. റാൻഡംലി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രീ ബയാസ്ഡ് ആവാനായിട്ട് ബയാസ് ഫ്രീ ആവാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഒബ്ജക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒബ്ജക്ടിവിറ്റി എന്താ, സബ്ജക്ടിവിറ്റി എന്താന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. റിസർച്ച് ടൈമിൽ ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് ഇഫ് നമ്മളൊരു റിസർച്ച് യാതൊരു വിധത്തിലുള്ള ബയാസ് ഇല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു നമ്മളുടെ പാർട്ടിസിപ്പൻസ് ഒക്കെ തന്നെ വളരെ സിസ്റ്റമാറ്റിക്കലി ചൂസും ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, അതിന് നമുക്ക് സ്റ്റഡി നമ്മളുടെ ഒബ്ജക്റ്റീവ് ആണെന്ന് പറയാൻ സാധിക്കും.
ഇനി സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് മാനർ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ ബയാസോ മറ്റു തരത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെ ഈ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ സ്റ്റഡിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സബ്ജക്ടിവിറ്റി എന്ന് പറയും. സോ അത് രണ്ടും ഓർത്തു വെക്കുക. അപ്പൊ ഇതായിരുന്നു അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ റെഫേഴ്സ് ടു, അതായത് ഡേറ്റ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് റെഫർ ചെയ്യുന്നതെന്നാണ്. ഇതിനകത്ത് നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, ആൻസറിന് ടിക്ക് ഇട്ടിട്ടുണ്ട്. സോ ഗ്രൂപ്പ് ഡാറ്റ അക്കോർഡിംഗ് ടു ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റയെ നമ്മൾ ആ ഒരു ഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സും ആ ഒരു ഡേറ്റയുടെ എന്താ പറയുക പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക അതിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഇത് നമ്മളുടെ റിസർച്ച് ലാസ്റ്റ് സ്റ്റേജിൽ, അതായത് 4th ചാപ്റ്റർ ഡാറ്റ അനാലൈസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനിലാണ് ഈ സംഭവം നടക്കുക. എഡിറ്റിംഗ്, കോഡിങ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, ഈ ഒരു രീതിയിൽ അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റയെ നമ്മൾ റോ ഡേറ്റ എന്നാണ് പറയുക. അതായത് ആ ഒരു ഫ്രഷ് ഡേറ്റ, ആ ഒരു റോ ഡേറ്റയെ നമ്മൾ കോഡ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ, ഫോർ എക്സാമ്പിൾ ഏജ്, ഇൻകം, എഡ്യൂക്കേഷൻ, അങ്ങനെ നമുക്ക് നമ്മുടെ വേരിയബിൾസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓരോ കോമൺ ആയിട്ടുള്ള ഷെയ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിന്റെയും ആട്രിബ്യൂട്ട്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിന് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ പ്രോസസിംഗ് അനാലിസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഡേറ്റ പ്രസന്റേഷൻ, അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഡേറ്റ പ്രസന്റേഷനിൽ അല്ലാത്ത ഒരു മെത്തേഡ് ഏതാണ്? റാൻഡം പ്രസന്റേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ബാക്കിയുള്ള 3 പേര് നോ ഐഡിയ. വെരി ഗുഡ്, നൈസ്. ശരി, അക്ക അങ്കേ വെച്ചിട്ട് ഞാൻ എടുത്തരാം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ദ റാൻഡം പ്രസന്റേഷൻ ആണ്. അതായത് റാൻഡം നമ്മളൊരു ഡേറ്റ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ഡേറ്റ പ്രസന്റേഷൻ എന്ന് പറയുന്നത് അനാലൈസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഡേറ്റ പ്രസന്റേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ എന്താ അനലൈസ് എന്ന് പറയുക. അപ്പൊ അതില് എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടുകളാണ് ഡേറ്റ പ്രസന്റേഷൻ, അല്ലെങ്കിൽ ടേബുലർ പ്രസന്റേഷൻ, ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ, നരേറ്റീവ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ടേബിൾ പ്രസന്റേഷൻ എന്ന് പറയുന്നത് നമ്മളറിയാം, നമ്മളെ എക്സലിലൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നതാണ്. ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന തരത്തിലുള്ള പ്രസന്റേഷനാണ് നമ്മൾ ടാബുലർ പ്രസന്റേഷൻ എന്ന് പറയുക. ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡയഗ്രാം, പൈ ഡയഗ്രാം ഉണ്ടാവും, പൈ ചാർട്ട് ഉണ്ടാവും, അങ്ങനെയുള്ള രീതിയിലുള്ള സംഭവം. നാരേറ്റീവ് പ്രസന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡയഗ്രത്തിന്റെ ഒക്കെ തൊട്ട് താഴെ തന്നെ നമ്മൾ അതിന്റെയൊക്കെ റിസർച്ച് ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ അതിന്റെയൊക്കെ തന്നെ ഒരു ചെറിയ ബ്രീഫ് ആയിട്ടുള്ള ഒരു നറേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലനേഷൻ എന്ന് പറയും, അത് കൊടുക്കാറുണ്ടല്ലോ. അതിനാണ് നമ്മൾ നറേറ്റീവ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും തന്നെ ഇല്ലാത്ത ഒന്നാണ് റാൻഡം പ്രസന്റേഷൻ എന്ന് പറയുക. റാൻഡം പ്രസന്റേഷൻ എന്ന് പറയുന്നത് അങ്ങനൊരു ടേം ഇല്ല, ജസ്റ്റ് ഇറ്റ്സ് ഔട്ട് ഓഫ് ടേം ആണ്, അങ്ങനൊരു ടേം ഇല്ല. അപ്പൊ ഈ ഒരു 3 പ്രസന്റേഷൻ ഇപ്പൊ നമ്മൾ SPSS ഉപയോഗിച്ചാലും R, L സോഫ്റ്റ്വെയർ ഏത് ഉപയോഗിച്ചാലും നമ്മൾ ചെയ്യുന്ന സംഭവമാണ്. സോ അപ്പോ അത് 3ആണ് പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് കൈൻഡ്സ് ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സാമ്പിളിംഗ് ഡിസൈൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഹെട്രോജീനിയസ് പോപ്പുലേഷൻ? ഒരു ഹെട്രോജീനിയസ് പോപ്പുലേഷനില് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സാമ്പിളിംഗ് മെത്തേഡ് ആണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക? അപ്പൊ 2 തരത്തിലുള്ള പോപ്പുലേഷൻ നമുക്കുണ്ട്, ഹെട്രോജീനിയസും ഉണ്ട്, ഹോമോജീനിയസും ഉണ്ട്. ഇത് ഹെട്രോജീനിയസിൽ പറ്റുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ റാൻഡം ആണോ, സ്ട്രാറ്റിഫൈഡ് ആണോ, ക്ലസ്റ്റർ ആണോ, കോട്ടയാണോ? സിമ്പിൾ റാൻഡം പറഞ്ഞു, ഓക്കെ. ക്ലസ്റ്റർ പറഞ്ഞു, ഓക്കെ. സ്ട്രാറ്റിഫൈഡ് പറഞ്ഞു, ഓക്കെ. ലിനു പറഞ്ഞു, ഓക്കെ. നേരാ സൗദാബി. വെനിഗസ്
ശരി, നമുക്ക് ആൻസറിലോട്ട് പോവാം. ആൻസർ എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡ് ആണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മിക്ക റിസർച്ചിലും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു മെത്തേഡാണ് സ്ട്രാറ്റിഫൈഡും പിന്നെ ക്ലസ്റ്റർ എന്ന് പറയും. ക്ലസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇച്ചിരി പറയാം ഹെട്രോജീനിയസിലോട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്ട്രാറ്റ ആയിട്ട് പറയുന്നത്. അതായത് ഈ ഒരു രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, നമുക്ക് എല്ലാ സബ് ഗ്രൂപ്പും നമുക്ക് എന്താ പറയുക, ഈ ഹെട്രോജീനിയസിൽ ഒരു ലാർജ് പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഓരോ പോപ്പുലേഷനും നമുക്ക് സബ് കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ചെയ്യാം, ഏജിന്റെ അല്ലെങ്കിൽ ലിംഗത്തിന്റെ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്നൊക്കെ തന്നെ സിമ്പിൾ റാൻഡം സ്ട്രാറ്റിഫൈഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, അതായത് ഈ സ്ട്രാറ്റ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ സ്ട്രാറ്റയിൽ നിന്നും നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് റെസ്പോണ്ടൻസിനെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും ഒരു ആക്യുറസിയും ഒരു റെപ്രസെന്റേറ്റീവ്സിനെയൊക്കെ തന്നെ നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു പോപ്പുലേഷന്റെ ഡൈവേഴ്സിറ്റിയും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ ഇത് പറയുക, എന്തായിട്ട് പറയുക, സ്ട്രാറ്റിഫൈഡ് എന്ന് പറയും. അപ്പൊ ഓർത്തു വെക്കുക, നമ്മൾ ഹെട്രോജീനിയസിനുള്ളിൽ തന്നെ നമുക്ക് സബ് ഗ്രൂപ്പുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ സബ് ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്ട്രാറ്റ എന്ന് പറയുന്നത്. സോ അപ്പൊ സ്ട്രാറ്റിഫൈഡ് അതുകൊണ്ടാണ് കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യുന്ന മിക്ക സ്റ്റഡിയിലും നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഇതല്ല ഒരു ലാർജ് സ്കെയിൽ സ്റ്റഡിയാണ് നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് ജോഗ്രഫിക്കലി സ്കാറ്റേഡ് ആകുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാമ്പിൾ എന്ന് പറയുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആയിരിക്കും. പക്ഷെ ക്ലസ്റ്റർ സാമ്പിളിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലസ്റ്റർ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ക്ലസ്റ്റർ, അതായത് നമുക്കൊരു പർട്ടിക്കുലർ ക്ലസ്റ്റർ മാത്രമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ആ ഒരു ക്ലസ്റ്റർ ചൂസ് ചെയ്താൽ അവിടെ എല്ലാവരിൽ നിന്നും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അപ്പൊ അവിടെയും നമുക്ക് ആ നമ്പർ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അപ്പൊ അവിടെ അതിന്റെ ഡീമെറിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്ട്രാറ്റജിയാണ്. പക്ഷെ വൈഡ് ഇപ്പൊ ഒരു നാഷണൽ ലെവൽ സ്റ്റഡി ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആയിരിക്കും. അതല്ല ഇതേപോലെ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിലൊക്കെയാണ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് സ്ട്രാറ്റ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ സാമ്പിളിംഗ് ഡിസൈൻ ഫോർ നാഷണൽ ലെവൽ സർവേ വിത്ത് ലാർജ് പോപ്പുലേഷൻ. ഇതൊന്ന് നോക്കുക, ഇതിനകത്തൊരു ലാർജ് പോപ്പുലേഷനിൽ സ്റ്റഡിയിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്നാണ്. ലിനു ഡി പറഞ്ഞു, ഡി പറഞ്ഞു. ഡി എന്ന് പറയുമ്പോൾ കൺവീനിയൻസ് സിമ്പിൾ റാൻഡം. ഓക്കെ, ഇതാ ഞാൻ ഇപ്പോ പറഞ്ഞത്, ലാർജ് സ്കെയിൽ സ്റ്റഡിയിൽ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് നമുക്ക് പറ്റുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഓപ്ഷനിലോട്ട് ഒന്നും കൂടെ പോവാം. ഈ ഒരു ഓപ്ഷനകത്ത് വെച്ച് പറയാം. ഈ പർപ്പസി സാമ്പിളിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഒരു നോൺ പ്രൊബബിലിറ്റി, ഈ സാമ്പിളിംഗ് മെത്തേഡ് നമുക്ക് രണ്ട് രീതിയിലാണുള്ളത്. പ്രൊബബിലിറ്റി സാമ്പിളിംഗും ഉണ്ട്, നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗും ഉണ്ട്. ഇതിൽ ക്ലസ്റ്ററും സിമ്പിൾ റാൻഡം സാമ്പിളിംഗും വരുന്നത് നമ്മളുടെ പ്രൊബബിലിറ്റി സാമ്പിളിംഗിന് അണ്ടറിലാണ്. പർപ്പസീവും കൺവീനിയൻസ് സാമ്പിളിംഗും വരുന്നത് എവിടെയാണ്, നമ്മളുടെ നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിലാണ്. പർപ്പസി സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് വളരെ പർപ്പസ് ആയിട്ട് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതായത് നമ്മൾക്കറിയാം നമ്മളുടെ ഒരു സ്റ്റഡിയുടെ ഇൻഡെപ്ത് കാര്യം, ഇപ്പൊ ഒരു സൂയിസൈഡൽ ഐഡിയേഷൻ ആണെന്ന് വിചാരിക്കും. ഇപ്പൊ സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള ഒരാൾ നമുക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഒരു 3-4 പേര് നമുക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം. അപ്പൊ നമ്മൾ അവരിൽ മാത്രം നമ്മളുടെ സ്റ്റഡിയുടെ ഒരു എന്താ പറയുക വ്യാപ്തി പറയുന്ന ഒരു സ്കോപ്പും ഡെപ്തും പറയുന്നതിന് ആ ഒരു റെസ്പോണ്ടൻസിനെ മാത്രം പർപ്പസ്ഫുള്ളി ചൂസ് ചെയ്യുന്ന സാമ്പിളിംഗിനാണ് നമ്മൾ പർപ്പസീവ് എന്ന് പറയുന്നത്. കൺവീനിയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ സ്റ്റഡി അനുസരിച്ച് നമ്മളുടെ ഒരു കൺവീനിയൻസ് പ്രകാരം നമ്മൾ ചൂസ് ചെയ്യുന്ന വ്യക്തികൾ, ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളവര് അങ്ങനെയുള്ള വ്യക്തികളിൽ മാത്രം കണ്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും നമ്മൾ യൂഷ്വലി വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് സിമ്പിൾ റാൻഡം. അതായത് ഒരു പോപ്പുലേഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ പോപ്പുലേഷനുള്ള ആർക്കും ക്യാൻ ബി ഏബിൾ ടു ബിക്കം ദി പാർട്ടിസിപ്പന്റ് ഓഫ് ദി സ്റ്റഡി അല്ലെങ്കിൽ റെസ്പോണ്ടൻസ് ഓഫ് ദി സ്റ്റഡി. അതിനാണ് നമ്മൾ സിമ്പിൾ റാൻഡം എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ലാർജ് സ്കെയിൽ ഇപ്പൊ നാഷണൽ ലെവൽ, ഇപ്പൊ ഇന്ത്യ, ഇപ്പൊ നമ്മൾ ഈ ക്ലസ്റ്റർ നമ്മള് കോവിഡിന്റെ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മള് ക്ലസ്റ്റർ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഏരിയ അവിടെ കോവിഡ് പോസിറ്റീവ് ആണെന്നെങ്കിൽ അതിനെന്ത് നമ്മൾ വിചാരിക്കും, എന്താ പറഞ്ഞത്, അതിനെ ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും.
എന്നിട്ട് ആ ക്ലസ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ അവിടെ അല്ല നമ്മളെന്ന് വെച്ചാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്, അവിടെയുള്ള എല്ലാവരെയും നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഒരു ലാർജ് ലെവൽ, അപ്പൊ കേരളം ഫുള്ള് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് നാഷണൽ ലെവൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ വന്നിരുന്നത് നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷൻ, അതോടൊപ്പം തന്നെ WHO ഒക്കെ പ്രകാരമായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ WHO ആയിരുന്നു അതിനുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യനെ ക്ലസ്റ്റർ ആയിട്ട്, അപ്പൊ ഒരു ലാർജ് സ്കെയിൽ വലിയ രീതിയിൽ ഒരു നാഷണൽ ലെവൽ സർവേയോ ഒരു ലാർജ് പോപ്പുലേഷനിലൊക്കെ സ്റ്റഡി കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. സോ അപ്പൊ അത്രയുമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ലാർജ് സ്കെയിലിന്റെ സ്റ്റഡിയുടെ കാര്യം ഓർത്തു വെക്കുക. സോ അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ മനസ്സിലാക്കിയ പ്രകാരം കേസ് വർക്ക് ഓൾമോസ്റ്റ് നിങ്ങളെ ഐഡിയ ഉള്ളതാണ്. അപ്പോൾ റിസർച്ചിൽ കുറച്ചും കൂടി നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ തന്നിട്ടുള്ള നോട്ട്സ് ഒക്കെ അല്ലെങ്കിൽ ആ ക്ലാസ് ഒക്കെ തന്നെ നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ റിസർച്ചിന് കുറച്ചും കൂടി ഒക്കെ തന്നെ ഐഡിയ കിട്ടും. എസ്പെഷ്യലി നമ്മുടെ സാമ്പിളിംഗ് മെത്തേഡും അതോടൊപ്പം തന്നെ നമ്മുടെ റിസർച്ച് ഡിസൈൻസ് ഒക്കെ തന്നെ നന്നായിട്ട് നോക്കി വെക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പാർട്ടുകളാണ്. അപ്പൊ ഇത്രയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ ഏതെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇപ്പോ എക്സാം December 2 ആണ്, 2nd ആണ്. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഡൗട്ട് ഒന്നും ഇല്ല, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.